ഈ പാഷ KC ജോണിന് കാശില്ലെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ലല്ലോ. ആ, അത് കള്ളക്കാശുണ്ടാക്കുന്നവർ നമ്മുടെ ഇടയിലുള്ളത് കൊണ്ട് ആ കൊടുത്ത ഒരാളായിട്ട് വിചാരിക്കും നമ്മളെ. അല്ല, എന്നാലും അച്ഛൻ ഓടി നടന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ആന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കല്യാണം നടത്തിയിട്ടുള്ള ആളാണ്. ഇതെല്ലാം കാശ് കിട്ടുന്ന കാര്യമാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അച്ഛന് കാശില്ലാതെ പോയി? നമുക്ക് അങ്ങനെ ഒരു ദ്രവ്യാഗ്രഹം ഇല്ലായിരുന്നു. ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ കൂട്ടി വെക്കണമെന്നോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണമെന്നോ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. അവസാനം ഈ വീടിങ്ങനെ ചോർന്നൊലിക്കല്ല, ഈ വെള്ളം കയറി ഒരു വർഷം എനിക്ക് തന്നെ കേട്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. 17 തവണ ഈ വീട്ടിൽ വെള്ളം കയറി എന്ന് പറയുമ്പോൾ ഒറ്റ കൊല്ലം എനിക്കത് സഹിക്കാൻ പറ്റുന്ന. 2018 വെള്ളപ്പൊക്കത്തിന് വടം കെട്ടി രക്ഷപ്പെടുത്തുകയായിരുന്നു അല്ലേ? അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ 17 പ്രാവശ്യം ഒരു വർഷം വെള്ളം കയറുന്ന വീട്ടിൽ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം മുഴുവൻ, വീടുണ്ടായത് ഇപ്പോൾ 2 വർഷം മുമ്പല്ലേ, പിന്നെ നല്ല കാലം മുഴുവൻ ആ വീട്ടിൽ എങ്ങനെ താമസിച്ചു? നിരാശ തോന്നിയിട്ടില്ലേ? ഞാനങ്ങ് സഹിക്കും. അല്ല, സഹിക്കും പറഞ്ഞാലും അതൊരു ഈ വെള്ളം എല്ലാം കോരിക്കളയും തുടക്കുകയെല്ലാം ചെയ്യുന്ന അമ്മ. അല്ല, എനിക്കറിയാം അച്ഛൻച, ഈ വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് ചെളിയാ വരുന്നത്, അല്ലേ? എന്തോരം നാറ്റം. ആ സ്മെല്ലൊന്നും മാറാനായിട്ട് എത്ര സമയം എടുക്കും? ഒരുമാതിരി എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്ന് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം പോയായിരുന്നല്ലോ. സാധനങ്ങളെല്ലാം പോയി, പുസ്തകങ്ങളെല്ലാം പോയി, പാത്രങ്ങളൊക്കെ പോയി. അത് ഓരോ 17 പ്രാവശ്യം വെള്ളം കയറുമ്പോൾ പ്രൈസിമാമയ്ക്കുണ്ടായ ആ ബുദ്ധിമുട്ട് എന്തുമായിരിക്കും? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നിരാശ ഒരിക്കലും ഉണ്ടായിട്ടില്ലേ? എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു വീട് വേണമെന്നുള്ള തോന്നലുണ്ടായിട്ടില്ലേ? ഇത് ഞാൻ പണിയുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. ആണ്. ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു, ഇവിടെ പുതിയ വീട് പണിയുന്നു പറഞ്ഞു. കാണുന്നു. പുള്ളി അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്? അതോ അന്യഭാഷയൊക്കെ പറഞ്ഞൊന്നുമല്ല, പ്രാർത്ഥിച്ച് ഇവിടെ ഞാൻ പോട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൈ തന്ന് അങ്ങോട്ട് ഇറങ്ങും പറഞ്ഞു, ഇവിടെ ഒരു പുതിയ വീട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചേ ഉള്ളൂ. കാരണം ഞങ്ങൾ തീരുമാനിച്ചു വേണ്ടാന്ന്, വീട് വേണ്ട തീരുമാനിച്ചായിരുന്നു. പൈസ ഇല്ലാത്തതുകൊണ്ട് പുതിയ പണിയണ്ട തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ദൈവം ഇത് പറയുന്നു. ആ പ്രവാചകനെ ഞാൻ തൊട്ട് കാണിക്കട്ടെ, പേര് പറയുന്നില്ല. അച്ഛൻകുഞ്ഞലന്തൂർ അങ്ങനെ ഒരു പ്രവചനം എന്ന പ്രവാചകനായിരുന്നു. ചാക്കുട്ടി, അതിൻ്റെ ഒരു പിന്നാമ്പറം കൂടി പറയണേ. ഈ ഞങ്ങളങ്ങനെ ഈ കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി തിരക്കുള്ള വല്ലപ്പോഴുമേ കാണാറുള്ളൂ. അപ്പം എന്നാലും പുള്ളിയെ നാട്ടിൽ കാണാറില്ലായിരുന്നല്ലോ. ഇപ്പൊ ഈ യുദ്ധം വന്നതുകൊണ്ട് കോവിഡും ഒക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കാണാനും ഒക്കെ വരുന്നത്. ഒരു ദിവസം ഈവനിങ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നു ഞങ്ങൾ 1-2 മണിക്കൂർ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അന്നേരമാണ് പറയുന്നത് 17 പ്രാവശ്യം വെള്ളം കയറി കഥയൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു അടുത്ത സുഹൃത്തും എൻ്റെ ഒരു നല്ല പരിചയക്കാരനുമായൊരു മനുഷ്യൻ ഓരോ പ്രാവശ്യം കൂടെ വിളിക്കും, വെള്ളം കയറിയോ? വെള്ളം കയറി. എന്നിട്ട് ചിരിക്കും. പുള്ളി ഒരു ചിരിയുണ്ട്, കോടീശ്വരനായ മൾട്ടി മില്യണറായ ഒരു മനുഷ്യൻ. പുള്ളി ചിരിക്കും. ഈ ചിരിക്കുമ്പോൾ പുള്ളിക്കൊരു സന്തോഷമാണെങ്കിലും അച്ഛൻ്റെ ചെങ്കത്താണ് അതടിക്കുന്നത്. അത് പിന്നെ പ്രൈസിമാമ അറിയും, അവർക്കുണ്ടാകുന്നൊരു മാനസികത. അപ്പോൾ ഇങ്ങനെല്ലാം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ പണത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ച് അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ നമുക്കൊരു ചെറിയ ഒരു 2 മുറി സംവിധാനത്തിലെങ്കിൽ ഒരു വീട് പണിഞ്ഞാലോ? അപ്പോൾ എന്നോട് പറഞ്ഞു, ആകെ എനിക്ക് ഇത്ര രൂപ ഉണ്ട് ശേഷിക്കുന്നത്. ഇതെനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല, എനിക്ക് ഹോസ്പിറ്റൽ ബില്ലുകൾ അടയ്ക്കണം, ഞാൻ രോഗിയായി തീർന്നു, ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള പൈസയും ചിലവ് കഴിയാനും കൂടെ ഉള്ളതില്ല. അപ്പോൾ അതെടുത്ത് ഞാൻ വീടിന് പണി തുടങ്ങിയാൽ വീട് പൂർത്തീകരിക്കാനും ഒക്കത്തില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഹോസ്പിറ്റലിൽ പേ ചെയ്യാനുമില്ല, എൻ്റെ മക്കളെ ഞാൻ ആശ്രയിക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1.5-2 മണിക്കൂറോളം നമ്മളിങ്ങനെ സംസാരിച്ചു, ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോയി. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞ് മണിക്കൂറുകളിരുന്നാലും പ്രാർത്ഥിച്ചിട്ടല്ല ഞാൻ പെരുന്നത്. എൻ്റെ അച്ഛൻ അങ്ങനെ ആ നിലയിലൊരു ആത്മീയനായിട്ട് അപ്പം സന്ധ്യ ഇരുട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ വെളിയിലിറങ്ങിയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അപ്പോൾ പെട്ടെന്ന് ഞാൻ കഥ കൂട്ടി, അമ്മാമ്മ കഥ അടച്ചിട്ട് എന്നെ വിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മാമ്മ എക്സൈറ്റഡായി എന്നെ ഞാൻ പറഞ്ഞു, അച്ഛനെ ഒന്നുകൂടെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ കൈ പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ ഒരു വീട് പണിയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സാധ്യതയില്ല, ദൈവം ഒരു വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് ദൈവം അച്ഛനൊരു വീട് തരുമെന്ന് പറഞ്ഞു. പുള്ളിയും ചിരിച്ചു, അമ്മാമ്മയും ചിരിച്ചു. ഇത് കഴിഞ്ഞിട്ട് അമ്മാമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എന്തോ പണി അച്ഛൻ കുഞ്ഞ് പറഞ്ഞ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ദൈവം തരുമെന്ന് പറഞ്ഞുള്ളൂ, എനിക്കറിയത്തില്ല, ദൈവം തരുമെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. പിന്നെ അച്ഛൻ രോഗിയായി തീർന്നു. അച്ഛൻ ഫോൺ എടുക്കാറില്ല, പ്രേസിമാമയാണോ ഫോൺ എടുക്കുന്നത്. ഞാൻ വിളിക്കാറുമില്ല, 96 അച്ഛൻ്റെ ഫോണിൽ വിളിക്കാറുമില്ല, എന്നാൽ അച്ഛൻ എടുക്കത്തില്ലെന്ന് എനിക്കറിയാലോ. ഒരു ദിവസം ഞാനും എൻ്റെ മോനും കൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോകുന്നു. മോൻ കാർ ഓടിക്കുക, എൻ്റെ മൊബൈലിലൂടെ 96 എന്നൊരു കോള് വന്നു. 96 എന്ന് കോള് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു അച്ഛൻ എന്തെങ്കിലും ആശുപത്രിയിലൊക്കെ ആകുമ്പോഴാണ് അതിൽ നിന്ന് തന്നെ എന്തെങ്കിലും അമ്മമ്മ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കുന്നത്. ഞാൻ എൻ്റെ അയ്യോ എന്ന് പറഞ്ഞു. അപ്പം മോൻ ചോദിച്ചു എന്തോ, ഞാൻ പറഞ്ഞു എന്തോ ദുഃഖകരമായ കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേ തലയ്ക്കിൽ നിന്ന് ഞാൻ ഹലോ എന്ന് വെച്ചോണ്ട് അങ്ങേ തലയ്ക്കിൽ നിന്ന് ഒരു ഹാ 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 എന്നൊരു ചിരിയാണ്, 3 ലെയറുള്ള ഒരു ചിരിയുണ്ട് അച്ഛനെപ്പോഴും. ഞാൻ അച്ഛനോ? ആ അതെ അതെ അതെ, ഇത്രാം തീയതി എൻ്റെ വീടിൻ്റെ തറക്കല്ലിടുകയാണ്, അച്ഛൻ കുഞ്ഞ് വരണം. ഞാൻ പറഞ്ഞു അച്ഛൻ അതെങ്ങനെ സംഭവിച്ചു? അത് ഒരു പ്രവാചകൻ പ്രവചിച്ചു ഇങ്ങനൊരു വീട് കിട്ടാൻ. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു അച്ഛാ ആ പ്രവാചകൻ ആരാ, എനിക്ക് എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പ്രവാചകൻ്റെ അടുത്ത് പോകത്തില്ലെന്ന് വെച്ചാൽ അറിയാം, എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോയ സന്തോഷം കൊണ്ട്. അപ്പം അച്ഛൻ കുഞ്ഞ് മറന്നുപോയോ? ഞാൻ പറഞ്ഞു മറന്നു, ഓർക്കുന്നില്ല പ്രവാചകനെ. അച്ഛൻ കുഞ്ഞ് ഞാൻ പ്രവചിച്ചെന്ന് പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ പ്രവചിച്ചൊന്നുമല്ല, ദൈവം ഇങ്ങനെ അങ്ങനെ പ്രൊഫഷണൽ പ്രവാചകനുമല്ല. ദൈവം അച്ഛനോട് കരുണ തോന്നി, അങ്ങനെയാണ് വീട് പണി തുടങ്ങി. എനിക്കതിന് ഭയങ്കര സംതൃപ്തിയുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ഇവരനുഭവിച്ച കഷ്ടങ്ങൾ എനിക്കറിയാം. സാധാരണ പണ്ടൊക്കെ വെള്ളപ്പൊക്കം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും, ചുകുഞ്ഞ വെള്ളം പൊങ്ങിയിട്ടുണ്ട് വരുന്നത് വെച്ചാൽ. ഈ സഭാഗോളിൻ്റെ അപ്പുറത്ത് കുറച്ച് ഭൂമിയുണ്ട്, അവിടെ ഭയങ്കരമായിട്ട് 2 നിലയിൽ വെള്ളം വരും. അപ്പോൾ അതിനകത്ത് നീന്തും, ചങ്ങാട വിട്ട് നീന്താൻ. അത് കാണുന്ന പുള്ളിക്കൊരു സന്തോഷം, അതിനു വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട, വെള്ളത്തിൻ്റെ ദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഇവരെങ്കിലും ഇവരൊരിക്കലും പിറുപിറുത്ത് കണ്ടിട്ടില്ല. ആ പ്രസിമാവ് എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛന് പിന്നെയും എങ്ങനെയും രക്ഷപ്പെടായിരുന്നു, കാരണം കാറിലങ്ങ് പോയിട്ട് പിന്നെ വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഹോട്ടലിലൊക്കെ, അവസാനത്തെ വെള്ളപ്പൊക്കത്തിനൊരു ഹോട്ടലിൽ വരെയും താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിവേ ദൈവം അത്ഭുതം പ്രവർത്തിച്ചാണ് ഈ വീടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സ്നേഹിതരെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളിത് പറഞ്ഞ. അച്ഛൻ്റെ ഒരു അടുത്ത സ്നേഹിതനായിരുന്നു ബിഷപ്പ് KP യോഹന്നാൻ. KP യോഹന്നാൻ അച്ഛൻ ഒരു വീട് തരാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. സ്വന്തമായിട്ട് അച്ഛൻ്റെ അവസ്ഥ അറിയാവുന്ന ഒരാളായിരുന്നു. ഒരു വീട് തരാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതല്ല, ഇതിൻ്റെ 4 ഇരട്ടി വലുപ്പമുള്ളതോ ഇതിനെക്കാട്ടിലും മനോഹരമായിട്ടുള്ളതോ ആയ വീട് വെച്ച് തരാനും പറ്റുമായിരുന്നു. ആഗ്രഹവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തോട് ഒരു താല്പര്യം പ്രകടിപ്പിക്കാൻ? അന്ന് KP യോഹന്നാൻ ഞാനുമായിട്ട് വളരെ ഫ്രണ്ട്സാണ്. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞു ഒരു വീട് ഞാൻ പണിത് തരാം, അതിന് എഞ്ചിനീയറുള്ള പുള്ളിയുടെ കൂടെ പ്ലാൻ വരപ്പിച്ച് കൊണ്ട് കാണിക്കുക. അത് എൻ്റെ മിഷൻ സപ്പോർട്ടിൻ്റെ ഭാഗമല്ല, എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വരുമാനത്തിൻ്റെ ദശാംശമാണ്. ദശാംശം കൊണ്ട് ഞങ്ങളത് പണിയാം. ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ KP യോഹന്നാൻ പണിത് തന്ന ഒരു വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയില്ല, അതിനാ കുഴപ്പം, എൻ്റെ ദശാംശമാണെന്ന് പറഞ്ഞില്ലേ, ദൈവദാസൻ്റെ ദശാംശം ഞാൻ കൊടുക്കാൻ വേണ്ടിയല്ലേ, അത് ഗസ്യോൺ സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ നോ പറഞ്ഞാൽ പിന്നെ നോയാ, അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു. വേറൊരു പ്രസ്ഥാനക്കാരൻ പറഞ്ഞായിരുന്നല്ലോ അച്ഛൻ വീട് വെച്ച് തരാമെന്ന്, പവർ വിഷം പറഞ്ഞില്ല, വീട് വെച്ച അന്നേരം വേണ്ടെന്ന് പറഞ്ഞില്ല, KC സാമ്പയിൽ ഇവിടെ വരെന്ന് പറഞ്ഞില്ല. അല്ല, അന്നേരം അവരാ ബാക്കി ഫിനിഷ് ചെയ്ത്. ഓക്കെ, അത് പൗരുഷൻ്റെ പ്രസംഗകർ അവരൊന്നിച്ച് കൂടിയൊരു പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ട്. അപ്പം വെള്ളപ്പൊക്കമൊക്കെ ആയി, ഞാനിങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആയ സമയത്ത് അവർ തീരുമാനിച്ചു ഇവിടെ വന്ന് ഇത് പൊളിച്ച് അവർ തന്നെ പണിയുക. ഞാൻ സമ്മതിക്കുകയല്ലോ, അനിയനെ ചുമതലപ്പെടുത്തിയേക്കുന്നു. പഴയ വീട് പൊളിക്കുക, അവിടെ പുതിയ വീട് പണിയുക. അതിന് അവർ തന്നെ പിരിവിട്ടു. ഓരോരുത്തരും ഓരോ 3 ലക്ഷം രൂപ വെച്ച് 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം ഇങ്ങനെ പണം ഇട്ടു. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല പണിത്, കാരണം അതുകൊണ്ടൊന്നും തികയത്തില്ലായിരുന്നു. പിന്നെ അമേരിക്കയിൽ നിന്നൊക്കെയുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ചിലർ
സഹായിച്ചു. ഈ പാസ്റ്റർ KC ജോണ് വളരെ ഡീസൻ്റായിട്ട് ജീവിക്കത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ നല്ല വണ്ടി ഉപയോഗിക്കും, നല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചേ, പാസ്റ്റർ KC ജോണിന് കാശില്ലെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യത്തില്ല, ഉൾക്കൊള്ളത്തില്ല, മനസ്സിലാവും. പവർ വിഷൻ തുടങ്ങിയ കാലത്ത് ഏകദേശം അതേ സമയത്ത് തന്നെയായിരുന്നു മോൻ MBBS വേണ്ടി അഡ്മിഷന് എടുത്ത സമയം. അത് ശരിക്കും അതാണ് അച്ഛനെ ദുരന്തത്തിൽപ്പെടുത്തിയത്. ആ സിംഗിൾ ഇൻവെർട്ടർ കോമയിലെ ദുരന്തം എന്ന് പറയുന്നത് പവർ അതൊക്കെ ഒരു ക്രൈസിസിലാക്കേണ്ട കാര്യം. കാരണം അത് മോനെ അഡ്മിഷൻ എടുത്തത് പ്രൈസിമാമ്മയുടെ കുടുംബസ്വത്തും മറ്റു സംഗതികളൊക്കെ വെച്ചും ലോൺ എടുത്തുമൊക്കെയാണ് മോൻ അഡ്മിഷൻ എടുത്തത്. പക്ഷേ എങ്ങനെയോ നമ്മുടെ കമ്മ്യൂണിറ്റി ധരിച്ചു കോടികൾ കൊടുത്ത് മോന് MBBS അഡ്മിഷൻ എടുത്തെന്ന്. അന്ന് തൊട്ടേ പവർ വിഷൻ തുടങ്ങിയപ്പം തൊട്ടേ ഇങ്ങനെ ഭയങ്കര പ്രചരണങ്ങളുണ്ടായിരുന്നു. ഈ വിവാദങ്ങൾ അച്ഛനെ എങ്ങനെ മാനസികമായിട്ട് തളർത്തത്തില്ലായിരുന്നോ? ഇല്ല. എങ്ങനെ നേരിട്ടതിനെ? അതിനെ നേരിടാൻ പറ്റുകൊണ്ടാണ് ജയിച്ചത്. വിവാദങ്ങളെ നേരിടാൻ കഴിഞ്ഞു. നമുക്കത് അതിനെ ഈസി ആയിട്ട് എടുക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മളെന്നെ തകർന്നു പോയേനെ. എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്, ചെറിയ കാര്യങ്ങളല്ല, ഏതെല്ലാം ആംഗിളിൽ നിന്ന് വരുന്നത്, സത്യമില്ലാത്തത്, ഒരു തെളിവില്ലാത്തത് ഉണ്ടാക്കി പറയുന്നതെല്ലാമായിട്ട് അച്ചടിച്ചിറക്കാൻ അവൻ്റെ പത്രമുണ്ടല്ലോ, പത്രത്തെ അച്ചടിച്ചിറക്കുക, പ്രിന്റ് ചെയ്ത് വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് അതും പ്രശ്നമല്ലാതെ വന്നു. ജീവിതത്തിലെ ഏറ്റവും വേദനാപരമായ ദുഃഖകരമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അച്ഛൻ്റെ ലൈഫിൽ? ഓർത്തിരിക്കത്തക്ക ദുഃഖങ്ങളില്ല. ഇല്ല. ദൈവം നടത്തുന്നു, ദൈവത്തോട് ജയം തരും, ദൈവം നടത്തും. ഈയിടെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നു. വന്നുള്ള തന്നെ പ്രൈസ്മോളോട് ഞാൻ പറഞ്ഞു. പ്രൈസ്മോൾ പറഞ്ഞു, ചേച്ചാ നമുക്കിനി എന്താ വേണ്ടത്, 2 കല്ലറയുടെ കാശ് പോരെ, അത് ഞാൻ തരാം. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് 2 കല്ലറ. പിള്ളേരെ അതിന് പോലും ശല്യപ്പെടുത്തണ്ട, വേറെ ഒരു കാര്യം ഓർത്ത് വിഷമിക്കണ്ട. റേഷനറി കൊണ്ടാണേലും ജീവിക്കാം, റേഷനറി കൊണ്ടാണേലും ജീവിക്കാം. എങ്ങനെ ജീവിക്കാം? 2 കല്ലറയുടെ കാര്യമല്ലേ ഉള്ളൂ. അതുണ്ട്. അതുകൊണ്ട് ഇനിയും മേലാൽ അതിനെക്കുറിച്ച് പറയരുത്, പൈസ ഇല്ല എന്ന്. ഈ പ്രൈസ് മാമയ്ക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? എൻ്റെ പ്രസംഗം. ഇപ്പോഴും പ്രൈസിമാമ പാസ്റ്റർ KC ജോണിൻ്റെ ഏറ്റവും വലിയ ആരാധക എന്ന് പറയുന്നത് പ്രൈസിമാമയാണ്. ദൈവദൂതൻ അരുളപ്പാട് പറയുന്നത് പോലെയാണ് അമ്മാമ്മ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നത്. അതെല്ലാം അമ്മാമ്മ വിശ്വസിക്കും, മറ്റുള്ളവർ വിശ്വസിച്ചില്ലെങ്കിലും അമ്മാമ്മ വിശ്വസിക്കും. അത് വലിയൊരു കഴിവാണ്. എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അത്ര ഒരു ഫാനായിട്ട് എൻ്റെ ഭാര്യയോ മക്കളോ വന്നിട്ടില്ല. അതൊരു വലിയ കഴിവാണ്. ഈ ഭാര്യയെ മോളെന്ന് വിളിക്കുന്നത് എന്തിനാ? പ്രൈസ് മോൾ ഞാൻ എല്ലാം കടിക്കുമ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. മോളെന്നാ ആളുകളെല്ലാം അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പ്രൈസ് മോൾ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.